അപ്പോൾ മച്ചാമാർ ഇന്ന് ശ്രീ ഇണ്ടലയപ്പൻ ക്ഷേത്രത്തിലെ 5ാം ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ ഇന്നിവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ പാട്ട് കഴിയുമ്പോഴും എന്തോ വലിയ പോപ്പറണക്കത്തെ സാധനം വെച്ച് ഇവിടെ അത്രയും ടപ്പോ എന്ന് പറഞ്ഞ് പൊട്ടിച്ച് പേപ്പർ മഴയൊക്കെ ഇവിടെ ബേയിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ആ പറന്ന് പറഞ്ഞ കുഞ്ഞി പേപ്പർ കൈ എത്തി പിടിക്കാൻ വേണ്ടിയായിരിക്കും എല്ലാവരും കൈയിട്ട് ഇങ്ങനെ ആക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് പാട്ടിന്റെ താളം അനുസരിച്ച് കൈ അങ്ങനെ പോകണം. അങ്ങനെ നിന്നപ്പോഴാണ് ഇതാ അവന്റെ വരവ്. എല്ലാ ഉത്സവം കലക്കാൻ ഒരു ചാറ്റൽ മഴ അത് നിർബന്ധ. പക്ഷെ ഇപ്രാവശ്യം വന്ന മഴ കണ്ടം വഴിയാണ്, സുധാകരൻ മാമന്റെ വീട്ടിന്റെ വഴിയാണ്, ഏത് വഴിയായാലും വന്ന മഴ നാണം കെട്ടിറങ്ങി ഓടിപ്പോയി. പിന്നെ ചിലർ ഇതിന്റെ ഇടയിൽ മഴ വന്നതുപോലും അറിഞ്ഞില്ല. പിന്നെ ഭാഗ്യരാജ് സാറിന് ഇപ്പൊ പാട്ട് പാടുന്ന ഈ ഒരു ബ്രോയുടെ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ബ്രോയുടെ മാത്രമല്ല എല്ലാവരുടെയും മൊത്തത്തിലൊരു എനർജി വൈബായിരുന്നു. പിന്നെ ഈ ലൈറ്റും ഡി ജെ ഒക്കെ പ്രാന്തെടുത്തുള്ള കത്തൊക്കെ വരുന്നു. സ്റ്റേജിൽ നിന്ന് കത്തുകയും ചെയ്ത് ആ പരിസരം മൊത്തം നിന്ന് വിറയ്ക്കുകയും ചെയ്യും. അമ്മ അതിൽ കുലുക്കുമായിരുന്നു. സ്പീക്കറിൽ നിന്ന് വരുന്നത് സൗണ്ടാണോ ഭൂമി കുലുക്കാണോ എന്ന് വരെ സംശയം. വേടൻ ഇല്ലായിരുന്നു, വേടന്റെ ഒക്കെ സോങ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ഗാനമേളക്കാരുടെയും സ്ഥിരം പാട്ടുണ്ടായിരുന്നു. വേൽമുരുക ഹരോഹര വേലയുധ ഹരോഹര. ഇതിന്റെ ഇടയിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു കൊച്ചു കലാകാരൻ നിന്ന് അവിടെ ആടി പൊടിക്കുന്നു. ചെറുക്കൻ ഡാൻസ് തന്നെ ഡാൻസ് ആടി പൊടിക്കും. ഗാനമേള ഇനി അവിടെ നടക്കുകയാണ്. നമ്മൾ തന്നെ പതുക്കെ അവിടെ നിന്ന് തെറിച്ച്. പിന്നെ ഇപ്പം കാണിച്ചാൽ അത് കാര്യമാക്കണ്ടേ. 2-3 ദിവസത്തേക്ക് ഇനി ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും ഞാൻ. ആ പാട്ട് കേട്ടതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞു. പിന്നെ നമ്മുടെ പാപ്പഡൂസ് വ്ലോഗിലുള്ള ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ നല്ലൊരു ചുരണ്ടി കേസൊക്കെ മേടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു, കൊള്ളാം. പിന്നെ ഞാനും എൻ്റെ ചേച്ചിമാരും എല്ലാവരും കൂടെ പിന്നെ വീട്ടിലോട്ട് പോയി. പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ വീടുള്ളതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ. എൻ്റെ ചേച്ചി വീട്ടിൽ പോയായിരുന്നു. ഇതെൻ്റെ കസിൻ ചേച്ചിയും കസിൻ സിസ്റ്ററും ഒക്കെ എല്ലാവരും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടുന്ന തിരക്കിലാണ്. പിന്നെ ഇതാണ് പാട്ടിൻ്റെ ഇടയിൽ ഡാൻസ് കളിച്ച് നമ്മുടെ പാവർ റിച്ചു കുട്ടൻ.